لله الحمد لله رب العالمين فسبحان الله العظيم ولا حول ولا قوة إلا بالله العلي العظيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وارحمنا إنك أنت الغفور الرحيم أشهد أن لا إله إلا الله وحده لا شريك له هو الأول والآخر والظاهر والباطن وهو على كل شيء قدير وأشهد أن نبينا وحبيبنا محمد صلى الله عليه وعلى آله وأصحابه وسلم تسليما كثيرا بلغ الرسالة وأدى الأمانة ونصح الأمة اللهم صل وسلم على رسولك ونبينا محمد صلى الله عليه وعلى آله وأصحابه أجمعين بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ولا تقولوا لما تصف ألسنتكم الكذب هذا حلال وهذا حرام لتفتروا على الله الكذب إن الذين يفترون على الله الكذب لا يفلحون ഏറെ ആദരണീയരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ, പ്രപഞ്ചനാഥനും സർവലോക രക്ഷിതാവുമായ അള്ളാഹുവിൻ്റെ എല്ലാ മഹത്വവും ഉൾക്കൊണ്ടുകൊണ്ട് അവനെ സൂക്ഷിച്ച് ജീവിക്കുവാനും അവൻ്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളെ ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളിലും പരമാവധി പകർത്തിയും പാലിച്ചും ജീവിക്കുവാനും എന്നോടും നിങ്ങളോടും വളരെ ആത്മാർത്ഥമായി ഉണർത്തുകയാണ്, വസിയത്ത് നൽകുകയാണ്. അത്തരണത്തിൽ ജീവിതം ചിട്ടപ്പെടുത്താനും മെച്ചപ്പെടുത്താനും അവസാനം റബ്ബുൽ ഇസ്സത്തിനെ സന്തോഷപൂർവ്വം കണ്ടുമുട്ടാനുമുള്ള തൗഫീഖ് നൽകി അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, അള്ളാഹുവിനെ തിരിച്ചറിഞ്ഞ അവൻ്റെ അടിമകൾ എന്ന നിലക്ക് നമ്മളെല്ലാവരും വളരെ നിർണായകമായി ശ്രദ്ധിക്കേണ്ട, അനുചരിക്കേണ്ട ഒരു കാര്യമാണ് അറിവുകൾ സമ്പാദിക്കുക എന്നത്. അറിവ് കരസ്ഥമാക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുക എന്നത് അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറെ പ്രീതി ലഭിക്കാൻ കാരണമാകുന്ന ഒന്നാണ്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ തൻ്റെ ഉസൂലു സലാസയിൽ അതിൻ്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത് ഇങ്ങനെയാണ്: യഅലം റഹിമക്കല്ലാ അന്നഹു യുജിബു അലൈനാ തഅല്ലുമു അർബഇ മസാഇൽ. നീ അറിയണം, അള്ളാഹു നിനക്ക് കാരുണ്യം ചൊരിയട്ടെ, 4 കാര്യങ്ങൾ പഠിക്കൽ നമ്മളുടെ മേൽ നിർബന്ധമാണ്. അൽ ഊല അൽ ഇൽം വഹുവ മഅരിഫത്തുല്ലാഹ് വമഅരിഫത്തു നബി വമഅരിഫത്തു ദീനിൽ ഇസ്ലാമി ബിൽ അദില്ല. അതിൽ ഒന്നാമത്തെ അറിവ് അള്ളാഹു, അവൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, മതം എന്നിവ
തെളിവുകളോടുകൂടി അറിയലാണ്. ഞാൻ എൻ്റെ മുന്നിലിരിക്കുന്ന ശ്രോതാക്കളോട്, നമ്മളൊക്കെയും നമ്മുടെ വീട്ടിലൊരു കാര്യം, ഒരു സാധനം വാങ്ങുകയാണെങ്കിൽ, ഒരു ഡ്രസ്സ് വാങ്ങുകയാണെങ്കിൽ, ഒരു ഇലക്ട്രോണിക് ഉപകരണം വാങ്ങുകയാണെങ്കിൽ വരെ സസൂക്ഷ്മം, എത്ര അറിയുന്ന കച്ചവടക്കാരനാണെങ്കിലും അതിനെപ്പറ്റിയുള്ള ഒരു ഗവേഷണവും നിരീക്ഷണവും ഒരു അന്വേഷണവും ഒരു ഉറപ്പിക്കലും ഒരു ഉറപ്പുവരുത്തലും ഒക്കെയും നമ്മൾ ശ്രദ്ധിക്കുന്നതാണ്. അതോടൊപ്പം കച്ചവടക്കാരനായ ആളുകൾ എന്ത് തന്നെ പറഞ്ഞാലും ശരി, നമ്മളുടേതായ സ്വമേധയാ ഒരു അന്വേഷണത്തിൽ നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു വസ്തുവിലേക്കാണ് നമ്മളുടെ സെലക്ഷൻ പോകുക. എന്നാൽ അതിനേക്കാളുമെല്ലാം, അതൊക്കെയും താൽക്കാലികമാണ്, എന്നാൽ അതിനേക്കാളുമെല്ലാം വളരെയധികം ജാഗ്രതയോടെ ശ്രദ്ധയോടെ സെലക്ട് ചെയ്യേണ്ട ഒന്നാണ് നമ്മളുടെ ആദർശം. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പുലർത്തി വരുന്ന കർമ്മങ്ങളിലും വിശ്വാസങ്ങളിലുമെല്ലാം എത്ര കണ്ട് ശരിയുണ്ട് എന്ന ഉറപ്പിക്കൽ സത്യവിശ്വാസികളെ നമുക്ക് നിർബന്ധമുള്ള കാര്യമാണ്. ഞാനത് വിചാരിച്ചതായിരുന്നു അത് നല്ലതാന്ന്, അതെല്ലാവരും ചെയ്തപ്പോൾ ഞാൻ അങ്ങോട്ട് ചെയ്തതാണ്. നമ്മുടെ നാട്ടിൽ പണ്ടേ ചെറുപ്പത്തിലെ കണ്ടുവരുന്നൊരു കാര്യമല്ലേ, നമ്മളായിട്ട് അതിൽ നിന്ന് മാറി നിൽക്കണോ എന്നതൊന്നും അല്ല ഇതിൻ്റെ ന്യായം. നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടത് ആ ഇൽമ് നമ്മളുടെ കൂട്ടത്തിലുള്ള കൂടെ കിടക്കുന്ന, നമ്മൾ പോറ്റി വളർത്തുന്ന, നമ്മൾ എന്നും കാണുന്ന, നമ്മളെ സാമ്പത്തികമായി സഹായിക്കുന്ന ആളുകളുമല്ല അത് തരേണ്ടത്. അവർ പറഞ്ഞതല്ലേ എന്ന് വിചാരിച്ച് കണ്ണു ചുമ്പി വിശ്വസിക്കാൻ ഇസ്ലാം എവിടെയും നമുക്ക് പെർമിഷൻ തന്നിട്ടേയില്ല. അതിൻ്റെ അസ്ല് പ്രിയപ്പെട്ടവരെ, അത് പരിശുദ്ധ ഖുർആനിലുണ്ടോ ഇല്ലയോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലുണ്ടോ ഇല്ലയോ, പ്രവാചകനെ കണ്ടവർ, പ്രവാചകന്റെ കൂടെ ജീവിച്ചവർ, പ്രവാചകന്റെ അരുമ സന്തതികളായ ആളുകൾ, അല്ലെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട ഖലീഫമാർ, അസ്ഹാബുകൾ, അതല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൃത്യമായി മനസ്സിലാക്കി രേഖയാക്കി വെച്ച സച്ചരിതരായ മൻഹജുകളുള്ള സലഫുകൾ, ഇവരൊക്കെയും ഇതിലെന്തു പറയുന്നു? ഇത് നോക്കിയിട്ടാണ് നമ്മൾ നഖം മുറിക്കേണ്ടതും, നമ്മൾ മുടിവാരേണ്ടതും, നമ്മൾ പുഞ്ചിരിക്കേണ്ടതും, നമ്മൾ സലാം ചെല്ലേണ്ടതും, നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഏത് കൈകൾ കൊണ്ട് പിടിക്കണം, എങ്ങനെ കുടിക്കണം എന്നൊക്കെയും തീരുമാനിക്കേണ്ടത്. നമ്മൾ എന്തൊക്കെ ധരിക്കണം, എന്തൊക്കെ ധരിക്കരുത്, എന്തൊക്കെ ആചരിക്കണം, എന്തൊക്കെ ആചരിക്കരുത് എന്നതെല്ലാം തീരുമാനിക്കേണ്ടത് ദീന് എന്തു പറയുന്നു എന്ന് നോക്കിയിട്ട്. നമ്മൾ ജീവിക്കുന്ന നാട് അതിനൊരു കാരണമല്ല, നമ്മൾ ജീവിക്കുന്ന സിറ്റുവേഷൻ അതിനൊരു കാരണമല്ല, നമ്മുടെ നാട് ഭരിക്കുന്ന ഭരണാധികാരികൾ അതിനൊരു കാരണമല്ല, അതിനെന്തല്ല അതിനൊരു ഇളവുമല്ല. പ്രിയപ്പെട്ടവരെ, ആഘോഷങ്ങൾ ഇങ്ങനെ കടന്നു വരാൻ പോവുകയാണ്. എന്തെല്ലോ ആഘോഷങ്ങൾ, ഇസ്ലാമിലെ ആഘോഷം, ഹൈന്ദവ ദർശനത്തിലെ ആഘോഷം, അവിടുന്ന് കുറച്ച് കഴിഞ്ഞാൽ ക്രൈസ്തവ ദർശനത്തിലെ ആഘോഷം, ഇതൊക്കെയും കടന്നു വരുന്ന സമയത്ത് മുസ്ലിം എന്ന നിലക്ക് നമ്മൾ എന്ത് ചെയ്യും എന്നതിന് ഇത്രയും കാലം ചെയ്തതെന്നോ അത് എന്നതല്ല ഉത്തരം. മറിച്ച് ഇൻഷാ അല്ലാഹ് ഈ കൂട്ടത്തിലെ ആരാണോ ആദ്യമായി മരണപ്പെടുക, ആ മരിക്കുന്ന മനുഷ്യൻ ആദ്യമായി ഖബറിലേക്ക് പ്രവേശിക്കപ്പെടുക, അന്നു മുതൽ വരുന്ന അവന്റെ വിചാരണയും അവന്റെ ശിക്ഷാരക്ഷാ പ്രവർത്തനങ്ങളും അനുബന്ധമായി വരുന്നത് അവൻ അതിൻ്റെ തൊട്ടു മുമ്പുള്ള മാസങ്ങളിലെ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ഏത് നിലപാടെടുത്തു എന്നത് നോക്കിയിട്ടാണ്. ഇതുവരെ 50 കൊല്ലം ആചരിച്ചു വരുന്ന ഒരു സംഗതി തെറ്റാണെന്ന് മനസ്സിലാക്കിയിട്ട് അത് നിർത്തിയാൽ പ്രിയപ്പെട്ടവരെ നമ്മൾ രക്ഷപ്പെട്ടു. 50 കൊല്ലം നമ്മൾ ചെയ്തതെന്ന് പുറത്തു തരികയും 51ാമത്തെ വർഷം നമ്മൾ എടുത്ത നിലപാട് ശരിയാണെങ്കിൽ അതിൻ്റെ പേരിൽ ഖബറിൽ അതിമനോഹരമായ വിശാലത അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുകയും ചെയ്യും. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അപ്പോൾ ഒന്നാമത്തേത് അല്ലാഹു, അവന്റെ റസൂൽ, അവന്റെ ദീൻ എന്താണ് എന്നത് തെളിവുകളോടെ അറിയലാണ് ഒന്നാമത്തെ അറിവ്. രണ്ടാമത്തെ അറിവ് അൽ അമലു ബിഹി, അതനുസരിച്ചുള്ള പ്രവർത്തനമാണ്. ആ അറിഞ്ഞ അറിവ് എന്താണോ അതനുസരിച്ചുള്ള പ്രവർത്തനം. നമ്മളൊക്കെയും ചെയ്യുന്നത് അറിവ് എന്താന്ന് നമുക്കറിയാം. ആരാണ് ഹജ്ജിന് പോകേണ്ടതെന്ന് നമുക്കറിയാം, ആരൊക്കെയാണ് സക്കാത്ത് കൊടുക്കേണ്ടതെന്ന് നമുക്കറിയാം, ആർക്കാണ് നൽകേണ്ടത് എന്ന് നമുക്കറിയാം. പക്ഷെ നമ്മൾ ആരും അത് നിർവഹിക്കാറില്ല. അത് എപ്പോഴാണ് നമസ്കരിക്കേണ്ടത് എന്ന് നമുക്കറിയാം, നമ്മൾ ആരും അത് നിർവഹിക്കാറില്ല. അമാനത്ത് എങ്ങനെയാണ് സംരക്ഷിക്കേണ്ടതെന്ന് നമുക്കറിയാം, നമ്മൾ ആരും അത് നിർവഹിക്കാറില്ല. ഉത്തരവാദിത്തങ്ങൾ എങ്ങനെയാണ് നിർവഹിക്കേണ്ടത് എന്ന് നമുക്കറിയാം, നമ്മൾ ആരും അതിൽ ശ്രദ്ധയില്ല. പ്രിയപ്പെട്ടവരെ, ഇവിടെ പറയുന്നത് അൽ അമലു ബിഹി, ഏതാണോ നിന്റെ ദീനിൽ നിയമമായി നീ പഠിച്ചത് അത് നിന്റെ ജീവിതത്തിൽ കൊണ്ടുവരിക എന്നതാണ് രണ്ടാമത്തത്. അദ്ദഅവതു ഇലൈഹി,
മൂന്നാമത്തത് അതിലേക്കുള്ള ക്ഷണമാണ്. ആളുകളെ ഇങ്ങനെയാണടാ, ഇതാണടാ ശരി മോനെ, ഇന്നതല്ലേ ശരി മോനെ, അതിവിടെ വേണോ മോനെ, അത് ദീനിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് പറഞ്ഞ് ആ ശരിയിലേക്ക് ക്ഷണിക്കൽ. തൻ്റെ ഭാര്യയെ, തൻ്റെ മകനെ, തൻ്റെ വാപ്പയെ, തൻ്റെ പുത്രന്മാരെ, തൻ്റെ മരുമക്കളെ, തൻ്റെ പുതിയാപ്പിളമാരെ, തൻ്റെ കെട്ടിക്കൊണ്ടുവന്ന പെൺകുട്ടികളെ, തൻ്റെ അയൽവാസികളെ, തൻ്റെ സുഹൃത്തിനെ ആ ശരിയിലേക്ക് ക്ഷണിക്കൽ മടിയില്ലാതെ ഏറ്റവും സൗമ്യമായ ഭാഷയിൽ, ആ സൗമ്യമായ ഭാഷയിൽ, ഏറ്റവും നസീഹത്തോടുകൂടി, ഏറ്റവും പക്വതയിൽ, സ്വകാര്യതയിൽ പറയേണ്ടടുത്ത് സ്വകാര്യതയിലും, കാർക്കശ്യത്തോടുകൂടി പറയേണ്ട ഘട്ടങ്ങളിലെത്തിയാൽ അവരെ മാത്രം വിളിച്ച് കാർക്കശ്യത്തോടു കൂടിയും ഒക്കെ പറയേണ്ട എല്ലാ ഘട്ടവും പ്രിയപ്പെട്ടവരെ ദീന് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക അദ്ദഅവതു ഇലൈഹി, നിങ്ങൾ എല്ലാവരും സൂക്ഷിക്കേണ്ട ഒരു കാര്യം, അതിലേക്ക് ക്ഷണിക്കുക എന്ന് ഈ മഹാനായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ കിതാബിൽ പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ക്ഷണിക്കുന്നത് എന്തിലേക്കാണോ അത് ശരിയിലേക്കാവണ്ടേ പ്രിയപ്പെട്ടവരെ. നിങ്ങൾ നോക്കണം എല്ലാവരും. ഒരാൾ വളരെ മോശമായ, നമ്മളിപ്പോൾ ജങ്ക് ഫുഡ് എന്നൊക്കെ പറയുന്ന ഏറ്റവും പോയ്സൺസ് ആയ ഒരു ഫുഡ് ഇഷ്ടപ്പെടുന്ന ഒരാൾ അതിലേക്കൊരു മനുഷ്യനെ ക്ഷണിച്ചു കൊണ്ടുപോവുകയാണ്, സ്ഥിരമായിട്ട് ക്ഷണിച്ചു കൊണ്ടുപോയി ഇയാൾക്കും രോഗം പിടിപെട്ടു, അയാൾക്കും രോഗം പിടിപെട്ടാൽ ശരിയാണെന്ന് മനസ്സിലാക്കാതെ തൻ്റെ സുഹൃത്തിനെ അതിലേക്ക് വലിച്ചിഴച്ചതിൻ്റെ ഏറ്റവും വലിയൊരു പിഴ ഇയാളെ ബാധിക്കുന്നത് പോലെയാണ്. അതുപോലെയുമല്ല, അതിനേക്കാളും അപകടമാണ്. ഞാൻ മുമ്പ് ബിദ്അത്തിന്റെ വിഷയത്തിൽ ഞാൻ പറഞ്ഞില്ലേ, ഒരു മനുഷ്യൻ ബിദ്അത്ത് തുടങ്ങി വെക്കുകയും അല്ലെങ്കിൽ തൻ്റെ കുടുംബത്തെ അതിലേക്ക് ക്ഷണിക്കുകയും അത് പഠിപ്പിച്ചു കൊടുക്കുകയും ശേഷം ഇയാൾ തിരുത്തുകയും അവർ തിരുത്താതെ മുന്നോട്ട് പോവുകയും ചെയ്താൽ പോലും ഈ തിരുത്തിയ മനുഷ്യൻ ഇതിന്റെ പേരിൽ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരുമെന്നാണ്. ഒരു മനുഷ്യൻ ഒരു ബിദ്അത്ത് തുടങ്ങി വെക്കുകയും അത് ആചരിക്കാൻ കഴിയാതെ അയാൾ മരണപ്പെടുകയും ചെയ്തു. ആ സമൂഹം ആ ബിദ്അത്തുമായിട്ട് ഇങ്ങനെ പ്രവർത്തിച്ചത് ഇയാൾ പറഞ്ഞു തന്നതല്ലേ, അയാൾ ഇല്ലെങ്കിലും അയാൾ കഴിഞ്ഞ ക്ലാസ്സിൽ അത് പറഞ്ഞിട്ടില്ലേ, അയാൾ എഴുതി വെച്ച പുസ്തകത്തിലില്ലേ, അയാൾ മരണപ്പെട്ടു പോയാലും ശരി എന്ന് വിചാരിച്ച് തുടങ്ങിയാൽ ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇയാൾക്ക് ശിക്ഷ വന്നുകൊണ്ടേയിരിക്കും. എന്നതുപോലെയാണ് പ്രിയപ്പെട്ടവരെ, നമ്മൾ ക്ഷണിക്കുന്നത് ശരിയിലേക്കാണെന്നുള്ള ഒരു ഉറപ്പുവരുത്തൽ ഈ മൂന്നാമത്തെ അറിവിന്റെ ഭാഗമാണ്. നാലാമത്തെ റാബിഅ അസ്സബ്റു അലൽ അദാഫി, വളരെയധികം മനോഹരമായ ഒരു പോയിന്റാണ്. ആ വിഷയത്തിലെ പ്രയാസങ്ങളിൽ ക്ഷമിക്കൽ. ഏത് വിഷയത്തിലെ? ഒന്നാ ദീന് മനസ്സിലാക്കുന്നിടത്ത് എന്തെങ്കിലുമൊക്കെ വ്യവച്ഛേദിച്ച് കട്ട് ചെയ്ത് ഒഴിവാക്കണമെങ്കിൽ സബൂർ, നിങ്ങൾ ക്ഷമിക്കിൽ. അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ്, ദീനിന് വേണ്ടിയിട്ടാണ്, തൻ്റെ പരലോകത്തിന് വേണ്ടിയിട്ടാണ്. രണ്ടാമത്തതോ അതിനു വേണ്ടിയുള്ള പ്രവർത്തനം ചിലപ്പോൾ കടുപ്പമായിരിക്കും, ചിലപ്പോൾ മനപ്രയാസമുള്ളതായിരിക്കും. ഞാൻ നമസ്കരിക്കുന്ന സുബഹി ഇത്ര മണിക്കാണെങ്കിൽ അതല്ല അതിൻ്റെ ശരി, ഇന്ന മണിക്കാണ്. പക്ഷേ ഈ തണുപ്പിൽ, ഈ എല്ലാവരും പുതച്ചു കിടക്കുന്നതിനിടയിൽ, ഈ മഴയിൽ അവിടെ ജമാഅത്ത് നടക്കുമ്പോൾ ഞാൻ എങ്ങനെ അവിടെ പോകും? ഇല്ല, അത് പോകേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് റസൂലുള്ളാഹിന്റെ പള്ളിയിലേക്ക് ഒരു നാട കെട്ടിയിരുന്ന ഒരു വീട്ടിൽ നിന്ന് അങ്ങോട്ട് വരാൻ ആ വഴിയോരത്ത് തപ്പിത്തടഞ്ഞ് നടന്നു വരുന്ന മനുഷ്യന്, ആ സഹാബിക്ക് വഴി തെറ്റാതെ വീഴാതെ പള്ളിയിലേക്ക് വരാൻ ഒരു ചരടിങ്ങനെ വീട്ടിലേക്ക് കെട്ടിയിരുന്നു. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിന്റെ റസൂലിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയതമ നമസ്കാരത്തിൽ വീണുപോകുന്നതിന് ഒരു കയറിങ്ങനെ തൂക്കിപ്പിടിച്ച് കെട്ടിയിരുന്നു. നിങ്ങൾ നോക്കി, സഹാബി വനിതകളും സഹാബാക്കളും നമസ്കാരത്തിന് വേണ്ടി സൂക്ഷിച്ചു. ഞാനിതെല്ലാം പറയുന്നത് അറിവെന്ന് പറഞ്ഞാൽ അതാണ് പ്രിയപ്പെട്ടവരെ. ഇനിയോ നാലാമത്തത് ആ വിഷയം, അതിലേക്കുള്ള ക്ഷണം. പ്രതിസന്ധികൾ ഉണ്ടാകും. നിങ്ങൾ ആള് മാറിയില്ലേ എന്ന് വിചാരിക്കും. നോക്ക്, നിങ്ങൾ ആള് മാറിയില്ലേ എന്ന് വിചാരിക്കും. ആളുകൾ പറയും, നിങ്ങൾക്ക് ആള് മാറിപ്പോയില്ലേ അല്ലേ? മുമ്പ് നമസ്കരിക്കാതെ മദ്യപിച്ചും താൻ തോന്നിയായി നടന്ന മനുഷ്യൻ ഒരു ഖുതുബ കേട്ട് നന്നായാൽ അവൻ അതുവരെ പല ആചാരങ്ങളിലും പങ്കെടുത്തിടത്തുന്ന ആളുകൾ ചോദിക്കും, എന്നെ ഒന്നും കാണുന്നില്ലല്ലോ, നീ മാറിപ്പോയില്ലേ? എവിടെയാ മാറിയത്? അയാൾ നന്നായതാണ്, അയാൾ നമസ്കാരക്കാരനായതാണ്, അയാൾ തോന്നിവാസങ്ങളിൽ നിന്ന് വിട്ടുനിന്നതാണ് പലർക്കും ആക്ഷേപമായി മാറിയത്. നാലാമത്തത്, ആ വിഷയങ്ങളിൽ ഇങ്ങനെ പ്രബോധനം നടത്തുമ്പോൾ, ആളുകളെ ക്ഷണിക്കുമ്പോൾ നമുക്കൊക്കെയും പ്രയാസങ്ങൾ കുറവാണ്. പലയിടത്തു നിന്നും ആളുകൾ യഥാർത്ഥ ദീനിലേക്ക് വരുമ്പോഴേക്കും വീട്ടിൽ നിന്ന് പുറത്താണ്. പല ആളുകളും വാടക വീട്ടിലേക്ക് താമസിക്കേണ്ടി വരികയാണ്. പല ആളുകളും സമ്പന്ന സൗദിയിൽ ജീവിച്ച കോടിക്കണക്കിന് രൂപയുടെ ഈ മൂല്യങ്ങളുള്ള തറവാട്ടിൽ നിന്ന് അതിന്റെ ഒരു നുരുമ്പ് പോലും തനിക്ക് പകുത്ത് കിട്ടാൻ കഴിയാത്ത വിധത്തിൽ അവന്റെ അവകാശത്തിൽ നിന്ന് വരെ പുറത്തേക്ക് പോകുകയാണ്. കാരണം എന്താ? അള്ളാഹ്നനുസരിച്ചതിന്റെ പേരിൽ. റസൂലുള്ളാഹിന്റെ ദീന് ശരിയാണ്, ഇതാണ് ശരി, നിങ്ങൾ ആ പറയുന്ന പരിപാടിക്കൊന്നും ഞാനില്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ അവഗണിക്കപ്പെടുകയാണ് പല സദസ്സിൽ നിന്നും, പരിഹസിക്കപ്പെടുകയാണ് പല സമൂഹത്തിൽ നിന്നും, പല സിറ്റിങ്ങുകളിൽ നിന്നും, മജ്ലിസുകളിൽ നിന്നും. പ്രിയപ്പെട്ടവരെ, അവിടെയാണ് നാലാമത്തത്, ആ വിഷയത്തിൽ ക്ഷമിക്കുക എന്നത്
ഈ 4 കാര്യങ്ങൾ പ്രിയപ്പെട്ടവരെ അടിസ്ഥാനമാണ്. അള്ളാഹു നമുക്ക് എല്ലാവർക്കും അത് സ്വീകരിക്കാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. എന്നാൽ അറിവ് നേടിയിട്ട് അതനുസരിച്ച് പ്രവർത്തിച്ചില്ലെങ്കിൽ അത് നമുക്കെതിരാകും. ഖുർആൻ പഠിക്കുകയും എന്നാൽ അത് പ്രാവർത്തികമാക്കാതിരിക്കുകയും ചെയ്താൽ പരലോകത്ത് അത് നമുക്കെതിരായി സാക്ഷി പറയുന്ന വിശുദ്ധ ഖുർആനിന്റെ വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്നബി മാലിക് അൽ-അശ്അരി ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വൽ ഖുർആൻ ഹുജ്ജത്തുൽ ലക ഔ അലൈക. ഖുർആൻ നിനക്ക് അനുകൂലമായോ പ്രതികൂലമായോ തെളിവുമായിട്ട് വരും. അറിവ് പ്രവർത്തനവും ഒന്നിക്കുന്നതാണ് സിറാത്തുൽ മുസ്തഖീം. അറിവും പ്രവർത്തനവും ഒന്നിച്ചു വരിക എന്നതാണ് സിറാത്തുൽ മുസ്തഖീം, യഥാർത്ഥ പാത. അതാണ് ചൊവ്വായ മാർഗം. അറിവുണ്ടാകുക, അതോടൊപ്പം ആ അറിവിനനുസരിച്ച് പ്രവർത്തിക്കുക എന്നതാണ്. അബ്ദുർ റസാഖ് അൽ ബദർ ഹഫിളഹുല്ല അദ്ദേഹം പറഞ്ഞു, പ്രവർത്തനമില്ലാതെ അറിവ് മാത്രമുള്ളവർ കോപം നേടിയവനാണ്, അള്ളാഹുവിന്റെ കോപത്തിന് പാത്രമായവൻ. കാരണം അറിവിന്റെ ലക്ഷ്യം അവൻ നിറവേറ്റിയിട്ടില്ല. അറിവുണ്ടാവുകയും പ്രവർത്തിക്കുകയും ചെയ്യാതിരിക്കുന്നവന് അള്ളാഹിന്റെ കോപമുണ്ടാകുമെന്നാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും സൂക്ഷിക്കണം. ഇനിയോ, അറിവില്ലാതെ പ്രവർത്തനങ്ങളിൽ കഠിന പരിശ്രമം നടത്തുന്നവൻ നേരായ പാതയിൽ നിന്നും വ്യതിചലിക്കുന്നവനുമാണ്. ഒരുത്തൻ ഏതാണ്? അറിവുണ്ടായിട്ടത് പ്രവർത്തിക്കാത്തവൻ. മറ്റൊരുത്തനോ അറിവില്ലാതെ ചില പ്രവർത്തനങ്ങളിൽ കഠിന പരിശ്രമം. നിങ്ങൾ കാണുന്നില്ലേ, ദീനിന്റെ കാര്യമെന്ന് വിചാരിച്ച് ചെയ്യുന്ന ചില കാര്യങ്ങളിൽ ഉറക്കമൊഴിഞ്ഞു പണിയെടുക്കും ചില ആളുകൾ, അധ്വാനിക്കും. അവർ ഈ പറഞ്ഞതുപോലുള്ള പല പ്രതിസന്ധികളെയും അവർ തരണം ചെയ്യും. വെയിൽ കൊള്ളും, ഉറക്കമൊഴിയും, മഴ കൊള്ളും. എന്തിനു വേണ്ടിയിട്ടാണ്? ദീനിനു വേണ്ടിയിട്ടാണ് വിചാരം, പാവം. എന്നാൽ അറിവില്ലാതെ പ്രവർത്തനങ്ങളിൽ കഠിന പരിശ്രമം നടത്തുന്നവൻ നേരായ പാതയിൽ നിന്ന് വ്യതിചരിച്ചവനാണെന്നാണ് ഇസ്ലാം പറയുന്നത്. എന്നാൽ അനുഗ്രഹം ലഭിച്ചവർ അറിവിന്റെയും പ്രവർത്തനത്തിന്റെയും ആളുകളാണ്. ഏതാണ് അനുഗ്രഹം? യഥാർത്ഥ ശരിയാണ് ഏതാണെന്ന് മനസ്സിലാക്കൽ. അറിവുള്ളവർ വഴിപിഴച്ചാൽ പ്രിയപ്പെട്ടവരെ അതിഗൗരവമാണെന്നാണ്. വഴിപിഴച്ചവരെന്നും കോപത്തിന് വിധേയരായവരെന്നും സൂറത്തുൽ ഫാത്തിഹയിലെ അവസാനത്തിൽ നമ്മൾ പറഞ്ഞത് ക്രിസ്ത്യാനികളെയും ജൂതന്മാരെയും പറ്റിയാണ്. ഇതിൽ കൂടുതൽ കുഴപ്പക്കാർ ജൂതരാണ്. ഈ ജൂതരുടെ സ്വഭാവമാണ് അറിവുള്ളവർ പിഴച്ചാൽ ഉണ്ടാകുന്നത് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. അവരുടെ അവസ്ഥയിലേക്ക് എത്തുന്ന അറിവുണ്ടായിട്ട് പിഴച്ചു പോയാൽ. സുഫിയാൻ ഇബ്നു ഉയൈന റഹിമഹുല്ലാഹ് പറഞ്ഞു, എന്താണ്? മൻ ഫസദ മിൻ ഉലമാഇന ഫഫീഹി ശബബുൻ മിനൽ യഹൂദ്. നമ്മിൽപ്പെട്ട പണ്ഡിതർ പിഴച്ചാൽ അവനിൽ ജൂതനോട് സാദൃശ്യമുണ്ട് എന്നാണ്. നമ്മിലെ പ്രവർത്തനങ്ങളിൽ മുഴുകുന്നവർ പിഴച്ചാൽ അവൻ ക്രിസ്ത്യാനിയോട് സാദൃശ്യമുണ്ട് എന്നാണ്. പ്രിയപ്പെട്ടവരെ, അവിടെ നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ടത് നേടിയ അറിവ് ഉപകാരപ്പെടുത്തി അതനുസരിച്ച് പ്രവർത്തിക്കാൻ നാം സന്നദ്ധനാവണം. അതോടൊപ്പം പ്രവർത്തനത്തോടൊപ്പം അറിവ് ഉപകാരപ്രദമാക്കാൻ പ്രാർത്ഥിക്കുകയും വേണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നും പതിവാക്കാറുണ്ടായിരുന്ന ഒരു പ്രാർത്ഥനയായിരുന്നു, അല്ലാഹുമ്മ അൻഫഅനി ബിമാ അല്ലംതനി വഅല്ലിംനി മാ യൻഫഉനി വസിദ്നി ഇൽമ. ഏറ്റവും ചുരുങ്ങിയത് റബ്ബി സിദ്നി ഇൽമ, റബ്ബി സിദ്നി ഇൽമ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫ. അല്ലാഹുവേ, എന്താണ്? ഞാൻ നിന്നോട് ശരണം തേടുന്നു ഉപകാരപ്രദമല്ലാത്ത അറിവ് നേടുന്നതിൽ നിന്ന്. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ നോക്ക്, നമ്മുടെ വായിലൊക്കെ എപ്പോഴും ഇങ്ങനെ ദിക്ർ പോലെ വരുന്ന ചില പാട്ടുകളില്ലേ, ഇല്ലേ? അതൊരറിവായി നമ്മൾ സ്വീകരിച്ചതായിരുന്നു. നമ്മുടെ മെമ്മറിയിൽ അതിന് സ്ഥലം കൊടുത്തിരുന്നു. നമ്മളത് പാടാനും പഠിക്കാനും സമയം കണ്ടെത്തിയിരുന്നു. പക്ഷേ ആ സഹോദരന്റെ വായിൽ നിന്ന് പലതവണ അത് വന്നിരുന്നു. ബാത്റൂമിലും വാഹനത്തിലും തന്റെ കുട്ടികളോടൊപ്പമുള്ള സമയം ചെലവഴിക്കുന്നതിനിടയിൽ അയാളുടെ വായിൽ പലതവണ അത് വന്നിരുന്നു. അയാൾ ഇങ്ങനെ ഉരുവിട്ടിരുന്നു. പക്ഷേ എന്താ ഉണ്ടായത്? അതിനൊരു പ്രതിഫലവും അയാൾക്ക് രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, അവിടെ അത് പാടുന്ന സമയത്ത്, അത് നുകരുന്ന സമയത്ത് അള്ളാഹനെ മറന്നതിന്റെ പേരിൽ അയാൾക്ക് പല പ്രതിഫലവും ഇല്ലാതാവുകയായിരുന്നു ചെയ്തിരുന്നത്. നേരെ മറിച്ച് അതേ സമയത്ത് സദാസമയവും ഉരുവിടാനുള്ള എത്ര ദിക്റുകളുണ്ട് പ്രിയപ്പെട്ടവരെ. അതാരും ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, അത് പഠിക്കുന്നു, പറയുന്നില്ല. നിങ്ങൾ നോക്ക്, ഞാൻ ആത്മാർത്ഥമായിട്ടൊരു ഉദാഹരണം പറയാം. ആത്മാർത്ഥമായിട്ട്. കാരണം എന്താ? നമ്മുടെ ഇമാമുമാർ, അത് മുജാഹിദ് പള്ളിയാവട്ടെ സുന്നി പള്ളിയാവട്ടെ, ആ ഇമാമുമാർ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളെല്ലാവരും ആമീൻ പറയാറില്ലേ? ഉണ്ട്. എന്താണ്? ആ പ്രാർത്ഥനയെല്ലാം നമുക്ക് സുലഭമാണ്, നമുക്ക് ഏറ്റവും അറിയുന്നതാണ്, നമുക്ക് വളരെ സുപരിചിതമാണ്. എന്നാൽ നമ്മൾ ആരെങ്കിലും ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഇല്ല. പല ഇമാമുമാരും പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നിങ്ങൾ അതിൻ്റെ കൂടെ ഓതിയിട്ടുണ്ടാവും, അറിയുന്ന ആയത്ത് പോലെ. പക്ഷെ നിങ്ങൾ ആരെങ്കിലും ഒറ്റയ്ക്ക് നമസ്കരിക്കുമ്പോൾ അത് ഓതിയിട്ടുണ്ടോ? ഉണ്ടാവില്ല. ഏതാണ് ആ അറിവ്? പ്രിയപ്പെട്ടവരെ, നമുക്കറിയുമെന്ന് തോന്നുകയാണ്. അതിന്റെ പ്രതിഫലം നമ്മൾ ആമീൻ പറയുന്നതിലൂടെ ഈ പ്രാർത്ഥിച്ച മനുഷ്യന് കിട്ടുന്ന പ്രതിഫലം നമുക്കാകുമോ പ്രിയപ്പെട്ടവരെ? ഇല്ല. അദ്ദേഹം അത് പഠിച്ചിട്ടുണ്ട്, ആ ഇമാം അത് പഠിച്ചിട്ടുണ്ട്, ബൈഹാട്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് കേട്ടിട്ടത് അറിയുന്നത് പോലെ തോന്നിയതാണ്. നിങ്ങൾക്ക് തോന്നുന്ന പല ആയത്തുകളും നമ്മളുടെ നമസ്കാരങ്ങളിൽ പോലും നമ്മൾ ഓതാത്തവയാണ്. സത്യമല്ലേ?
അതുപോലെ പലപ്പോഴും പല അറിവുകളും അങ്ങനെയാണ്. ചില ആളുകൾ ചില സ്ഥലങ്ങളിൽ ഓതാമെന്ന് വിചാരിച്ച് പഠിച്ചു വെച്ച ചില സൂറത്തുകളുണ്ട്. ഉദാഹരണം സൂറത്ത് യാസീൻ, നിങ്ങൾക്കറിയാലോ. ഞാൻ വിമർശന വിധേയമാക്കുന്നില്ല. ആ യാസീൻ പോലും ഒരു നമസ്കാരത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഓതിയ എത്ര പേരുണ്ട് എൻ്റെ മുന്നിൽ? ഓതില്ല പലരും. കാരണം എന്താ? അത് പഠിച്ചത് ഇതിനു വേണ്ടിയിട്ടല്ല. അദ്ദേഹം അത് പഠിപ്പിക്കപ്പെട്ടതും അതിനു വേണ്ടിയിട്ടല്ല. നിങ്ങൾ ഇത് പഠിച്ചോളി, നിങ്ങൾക്ക് തറാവീഹിന് ഓതാം, നിങ്ങൾക്ക് സുബഹി ജമാഅത്ത് വലുതാക്കാം, ഇശാ ജമാഅത്തിന് അധികം ഓതാം, വലിയ സൂറത്തുകളായിട്ട് നിങ്ങൾക്ക് അത് ഓതാം എന്ന് പറഞ്ഞിട്ട് ആര് പഠിച്ചിട്ടുണ്ട് ആ സൂറത്ത്? പലപ്പോഴും നമ്മുടെ അറിവ് പോകുന്ന പോക്കാണത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പ്രിയപ്പെട്ടവരെ, അതാണ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് പറഞ്ഞ മൂന്നാമത്തെ കാര്യം, അദ്ദഅവതു ഇലൈഹി, അതിലേക്ക് അറിഞ്ഞ് പ്രവർത്തിച്ച അറിവിലേക്കുള്ള ക്ഷണം. നേടിയ അറിവ് മറ്റുള്ളവർക്ക് പകർന്നു നൽകൽ നിർബന്ധമാണ്. നമ്മളുടെ കൂട്ടത്തിലെ എല്ലാവരോടും ഞാൻ ചോദിക്കുന്നു, നമ്മുടെ ഖുതുബകളിൽ, എൻ്റെ ഖുതുബ എന്ന നിലക്കല്ല, നമ്മൾ കേൾക്കുന്ന മിമ്പറുകളിലെ ഖുതുബകളിൽ ചില പോയിന്റുകൾ നമ്മളെ തറപ്പിച്ചിട്ടുണ്ടാവും. നമ്മുടെ മനസ്സിൽ ചിലത് തരിച്ചു പോയിട്ടുണ്ടാകും, ചിലത് വല്ലാതെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടാകും. എത്ര പേർ എത്ര പോയിന്റുകൾ അവരുടെ വീട്ടിലെ അവരുടെ ഇണകളോട് പറഞ്ഞിട്ടുണ്ട്? എത്ര പേർ എത്ര പോയിന്റുകൾ അവരുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്? എത്ര പേർ ആ കേട്ടിരുന്ന തനിക്ക് ഏറ്റവും മനോഹരമായി അനുഭവിക്കപ്പെട്ട ആസ്വദിച്ച ആ ഖുതുബയെ എത്ര പേർ കൈമാറിയിട്ടുണ്ട്? പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിചാരിക്കുന്നു ആ ഡ്യൂട്ടിയൊന്നും നമ്മളിൽ പെട്ടതല്ല, അതൊക്കെ പണ്ഡിതന്മാർ ചെയ്തോട്ടെ. നമ്മളിങ്ങനെ കുറച്ചാളുകൾ കേൾക്കാനായിട്ടും കുറച്ചാളുകൾ അണികളായിട്ട് ആമീൻ പറയാനായിട്ടും കുറച്ചാളുകൾ സമൂഹമായി ജീവിക്കാനുമാണ് നമ്മളെ പടച്ചത് എന്നാണ് നമ്മുടെ എല്ലാവരുടെയും ധാരണ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബാക്കളിൽ മിക്കവാറും ആളുകൾ ദഅവത്തിനു വേണ്ടി വിവിധങ്ങളായ ഗോത്രങ്ങളിൽ പോകാൻ മാത്രം അർഹത നേടിയവരും പഠിച്ചവരുമായിരുന്നു എന്ന് ചരിത്രങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ചെറുതെങ്കിലും മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ, എൻ്റെ മോന് വുളു ചെയ്യുമ്പോൾ ആ വുളു നോക്കിയിട്ട്, പടച്ചോനെ ഞാൻ പഠിപ്പിച്ചെടുത്ത വുളുവാണല്ലോ, ഇനി ഞാൻ മരണപ്പെട്ടാലും മരണം വരെ ഈ മോൻ വുളു ചെയ്യുമ്പം അതിൻ്റെ കൂലി എനിക്ക് കിട്ടൂലേ എന്ന് ചിന്തിക്കാൻ, എന്ന് ആസ്വദിക്കാൻ, സമാധാനിക്കാൻ, ആശ്വസിക്കാൻ കഴിയുന്ന എത്ര രക്ഷിതാക്കളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ? പ്രിയപ്പെട്ടവർ, അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏറ്റവും വലിയ അറിവ് ഖുർആനാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു, ഏറ്റവും ഉത്തമൻ നിങ്ങളുടെ കൂട്ടത്തിൽ ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്തവരാകുന്നു. ഒരായത്താണെങ്കിലും അത് എത്തിക്കാൻ നമ്മൾ ശ്രമിക്കണം പ്രിയപ്പെട്ടവരെ. ബല്ലിഗു അന്നി വലൗ ആയ, നിങ്ങൾ എന്നിൽ നിന്നും ഒരു വചനമെങ്കിലും മറ്റുള്ളവർക്ക് എത്തിക്കൂ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന. ഖുർആൻ മാത്രമല്ല, പ്രവാചക ചര്യയും ഏറ്റവും ഉത്തമമായ അറിവാണ്. അത് മറ്റുള്ളവർക്ക് പകർന്നു നൽകുകയും ചെയ്യുക എന്നത് പ്രത്യേകം കൂലിയുള്ള കാര്യമാണ്. ഒരു ഹദീസ് എത്തിച്ചു കൊടുത്താലുള്ള പ്രതിഫലം എന്താണെന്നറിയുമോ? നല്ലറല്ലാഹു ഇംറഅ സമിഅ മിന്നാ ഹദീസൻ ഫഹഫിളഹു ഹത്താ യുബല്ലിഗഹു, നമ്മളിൽ നിന്ന് ഒരു ഹദീസ് കേൾക്കുകയും അത് മനഃപ്പാഠമാക്കുകയും അത് മറ്റുള്ളവർക്ക് എത്തിക്കുകയും ചെയ്തവനെ അള്ളാഹു അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, അല്ലോ അതിന് നമ്മളൊരു ഹദീസ് പഠിക്കണ്ടേ അല്ലേ, ഒരു ഹദീസ് ബൈഹാർട്ടാക്കണ്ട, അതവിടെ ഇരുന്നിട്ട് ബൈഹാർട്ടാക്ക്. ഹദീസ് ആയത്ത് പോലല്ലേ, ഭയങ്കര കടുപ്പാണ്. പ്രിയപ്പെട്ടവരെ, എന്താണ് തുമ്മിയാൽ അൽഹംദുലില്ലാ എന്ന് ചെല്ലുക എന്ന മലയാളത്തിലെ ആ ഒരു വാചകം തൻ്റെ ഭാര്യയോട് തുമ്മിയാൽ, സഹോദരി പ്രിയതമേ അൽഹംദുലില്ലാ ചെല്ലിൻ എന്ന് പറഞ്ഞാൽ ഒരു ഹദീസ് എത്തിക്കലായി ആയി. രാത്രി വാതിലടക്കുമ്പോൾ ബിസ്മില്ലാ എന്ന് ചൊല്ലിക്കോളി എന്ന് ഭാര്യയോട് പറഞ്ഞാൽ അതൊരു ഹദീസ് എത്തിക്കലായി. നിങ്ങൾ ബാത്റൂമിലേക്ക് കയറുമ്പോൾ ഇടത് കാല് വെച്ച് കയറിക്കോളി എന്ന് പറഞ്ഞു കൊടുത്താൽ അതൊരു ഹദീസ് എത്തിക്കലായി. നിങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ അവസാനമായി വലതുഭാഗത്തേക്ക് ചെരിഞ്ഞ് വലത് കവളിൽ കിടക്കൽ റസൂലുള്ളാഹിന്റെ ചര്യയാണ് എന്ന് പറഞ്ഞു കൊടുക്കൽ ഒരു ഹദീസ് എത്തിക്കലായി ആയി. പ്രിയപ്പെട്ടവരെ, തന്റെ കാൽമുട്ടിന് മുകളിലേക്ക് തുണി ഉടുത്ത മനുഷ്യനോട് നീ നിന്റെ തുടമറക്കണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ, നിന്റെ ഔറത്തിന്റെ പരിധിയിൽ നിന്ന് അത് തെറ്റിയിട്ടുണ്ട് സഹോദരാ എന്ന് മെല്ലെ വിളിച്ചൊന്ന് പറഞ്ഞു കൊടുക്കൽ. നമ്മൾ സിബ്ബിടാൻ മറന്നുപോയ ഒരാളോട് എന്താ പറയുക? സിബ്ബിട്ടിട്ടില്ല എന്നതുപോലെ ഔറത്ത് കാണുന്നവനോട് ഔറത്ത് പുറത്തായിട്ടുണ്ട് കേട്ടോ എന്ന് സ്വകാര്യമായിട്ട് പറയൽ അതൊരു ഹദീസ് എത്തിക്കലാണ്. അതിനൊരു പേടിയും ഒരു ലജ്ജയും ആവശ്യമില്ല പ്രിയപ്പെട്ടവരെ. അതിനയാൾ നമുക്ക് വിധേയപ്പെടുന്ന ഒരു തൊഴിലാളിയാകണമെന്നില്ല. അയാൾ നമ്മളുടെ മുതലാളിയാണെങ്കിലും ശരി, ആ ദീന് പറഞ്ഞു കൊടുക്കുന്നിടത്തേക്ക് നമ്മൾ വരണം. അതുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങൾ ക്ഷമിക്കൽ അറിവുമായി ബന്ധപ്പെട്ട നാലാമത്തെ അടിസ്ഥാന കാര്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളിലൂടെ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നതുമാണ്. ഇനി അറിവ് ഈ പ്രചരിപ്പിക്കുന്നതിന്റെ പ്രതിഫലം അറിവില്ലായ്മ വർദ്ധിച്ച കാലാണെന്ന് അറിയില്ലേ? എല്ലാവരും അറിവുള്ളവരായിട്ട് ഇങ്ങനെ പോവുകയാണ്. അയാളാണ് പണ്ഡിതെന്ന് പറഞ്ഞിട്ട് എല്ലാവരും അതിനെങ്ങനെ പുൽകാനും റെഡിയാണ്. ആ ഒരു കാലത്ത് വായിക്കാനും പഠിക്കാനും ഒന്നും ആരും തയ്യാറല്ലതാനും.
അതൊന്നും ആവശ്യമില്ല. ഇന്നത്തെ സ്കൂളിന്റെ അവസ്ഥ നമുക്കറിയില്ലേ എന്താണ്? സ്കൂളിൽ കുട്ടികൾ ഒരു ഭാഗത്ത്, അധ്യാപകർ മറ്റൊരു ഭാഗത്ത്. ചില ആളുകൾ പഠിപ്പിക്കുന്നു, ചില ആളുകൾ പഠിപ്പിക്കുന്നില്ല. ചില ഉമ്മമാര് പഠിപ്പിക്കുന്നു, ചില ഉമ്മമാര് പഠിപ്പിക്കുന്നില്ല. റിസൾട്ടുകളെല്ലാം എന്താണ്? വളരെയധികം കാപട്യം നിറഞ്ഞ ഒറിജിനൽ അല്ലാത്ത റിസൾട്ടുകളായി മാറുമ്പം എല്ലാം ശരികളായും എല്ലാം A+കളായും മാറുന്ന, എല്ലാ ജോലിയിലേക്കും എല്ലാവർക്കും പ്രവേശിക്കാൻ കഴിയുന്ന തരത്തിൽ എല്ലാം ടെക്നിക്കലി എന്താണ് ഒരു കാട്ടിക്കുട്ടലായി മാറുന്ന ഒരു കാലത്താണ് യഥാർത്ഥ ഇൽമുള്ളവൻ ആരാണ് എന്നിടത്തേക്ക് നമ്മുടെ ചോദ്യം പോകേണ്ടത്. പ്രിയപ്പെട്ടവരെ, അവിടെയാണ് അതിനാൽ നമുക്ക് സാധ്യമാകുന്നത്ര ആളുകളെ അറിവ് നേടുന്നതിൻ്റെ ഭാഗമാക്കാൻ കഴിയുക എന്നത്. എല്ലാവരെയും വിളിക്കുക, നമുക്കതൊന്ന് ഇയാളെ കൊണ്ട് പഠിപ്പിക്കാം, അയാളത് പറയട്ടെ, നമുക്കൊന്ന് കേൾക്കാം. അവിടെ ഏറ്റക്കുറച്ചിലുകൾ ഇല്ലാതെ ഇരിക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്കെല്ലാവർക്കും സാധിക്കേണ്ടതുണ്ട്. അറിവ് നശിക്കുന്ന രൂപം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. എന്താണ്? ഇന്നല്ലാഹ ലാ യഖ്ബിദുൽ ഇൽമ ഇന്തിസാഅൻ യൻതസിഉഹു മിനൻ നാസ് വലാകിൻ യഖ്ബിദുൽ ഇൽമ ബിഖബ്ദിൽ ഉലമാ. നിശ്ചയമായും അല്ലാഹു അറിവിനെ ജനങ്ങളിൽ നിന്ന് ഒറ്റയടിക്ക് എന്തില്ല, പിടിച്ചെടുക്കില്ല. മറിച്ച് അറിവുള്ള പണ്ഡിതന്മാരെ പിടിച്ചെടുക്കുന്നതിലൂടെയാണ് ജനങ്ങളിൽ നിന്ന് അറിവ് അള്ളാഹു എടുത്തു കളയാന്ന്. അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. എത്ര പണ്ഡിതന്മാർ, പ്രിയപ്പെട്ട ആലോചിച്ച് നോക്ക്. ഒരുപാട് പണ്ഡിതന്മാർ മരണപ്പെടുന്ന സമയത്ത് നമ്മൾ ഭയപ്പെടേണ്ടത് ഒരു പണ്ഡിതൻ പോയല്ലോ എന്നും അയാളുടെ സാന്നിധ്യം ഇനി ഉണ്ടാവില്ലല്ലോ എന്നും അയാളുടെ പ്രഭാഷണം ഇനി നേരിട്ട് കേൾക്കില്ലല്ലോ എന്നുമുള്ള ദുഃഖത്തിലേക്ക് ഒതുങ്ങരുത് നമ്മുടെ ചിന്തകൾ. മറിച്ചെന്താണ്? അള്ളാഹു അവസാന കാലത്ത് അടയാളമായി വരെ അറിവ് ഉയർത്തപ്പെടുന്നു പറഞ്ഞില്ലേ? എന്താ പറഞ്ഞത്? അവിടെ നമ്മളിൽ നിന്ന് അറിവ് പിടിച്ചെടുക്കുകയല്ല ചെയ്യുക. നമ്മുടെ കൂട്ടത്തിലെ പണ്ഡിതന്മാർ അവരുടെ അവൈലബിലിറ്റി ഇല്ലാതാവും, അവർ വഴിമാറും. ഞാൻ അനുബന്ധമായിട്ട് പറയാണ്, ഈ പാണ്ഡിത്യ ലോകത്ത് അല്ലെങ്കിൽ ദഅവാ മേഖലയിൽ സജീവമായി പ്രവർത്തിക്കുന്ന ആളുകളെ ഏറ്റവും മഹനീയമായ രൂപത്തിൽ ഒരു സമൂഹം പോറ്റിയിട്ടില്ല എങ്കിൽ അയാൾ എന്ത് ചെയ്യും? അയാളുടെ ഉപജീവന മാർഗവും തേടി ഈ ഫീൽഡ് വരെ വിട്ട് മറ്റൊന്നിലേക്ക് പോകുന്ന അവസ്ഥയുണ്ടാകും. ഉണ്ടാവില്ലേ പ്രിയപ്പെട്ടവരെ? അവിടെ എന്താണ് സംഭവിക്കുന്നത്? ആർക്കെങ്കിലും തൻ്റെ ഏറ്റവും മോശമായ ഒരു സ്വഭാവമുള്ള ഭാര്യയെ നന്നാക്കാൻ പറ്റുന്ന ഏറ്റവും ഹിതമുള്ള ഭാഷയിൽ സംസാരിക്കുന്ന ആ നാവിനെ മറ്റൊരു ഫീൽഡിലേക്ക് കെട്ടിയയച്ചതിന് ആ ആളും ആ സമൂഹവും മറുപടി പറയുന്നിടത്തേക്ക് കാര്യങ്ങൾ മാറും. അപ്പൊ അവിടെയും നമ്മൾ എന്ത് ചെയ്യണം? കുട്ടികളെ ചെറുപ്പത്തിലെ പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കാൻ, ദീന് പഠിപ്പിക്കാൻ, ദീന് ചർച്ച ചെയ്യുന്ന സദസ്സിലേക്ക് മറ്റെന്തും നമ്മൾ സ്കിപ്പ് ചെയ്തോളൂ. കല്യാണം നിങ്ങൾ ഒരാൾ പോയിട്ടില്ലെങ്കിൽ അവിടെ നടക്കും. അതിൻ്റെ ഒരു പ്രതിസന്ധി നിങ്ങൾക്ക് ഉണ്ടാവില്ല പ്രിയപ്പെട്ടവരെ. നേരെ മറിച്ചൊരു ക്ലാസ്സിൽ നമ്മളോ നമ്മുടെ ഭാര്യയോ നമ്മുടെ മക്കളോ എത്തിയിട്ടില്ലെങ്കിൽ അവിടെ പിറവിയെടുക്കുന്ന ഏതെങ്കിലും അറിവിൻ്റെ ഒരായത്തിനെ, ഒരു ഹദീസിനെ കാലാകാലം ആ ആയുസ്സിനിടയിൽ അയാൾക്ക് കിട്ടുന്ന ഒരവസരത്തെ ആയിരിക്കും ചിലപ്പോൾ അയാൾ നശിപ്പിക്കുന്നത്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അവിടെ നമ്മൾ എല്ലാവരും സൂക്ഷിക്കേണ്ടതുണ്ട്. ഇനിയോ അറിവില്ലാത്ത കാര്യത്തിൽ ഫത്വ നൽകൽ ഇന്നത്തെ ഒരു ഫാഷനാണ്. ഫാഷൻ മാത്രമല്ല, ഒരു പാഷനും കൂടിയാണ്. അറിവില്ലാത്ത കാര്യത്തിൽ അങ്ങോട്ട് പാസ്സായി കൊടുക്കുക. അതാ ഞാൻ നേരത്തെ ഓതിയത്, വലാ തഖൂലു ലിമാ തസിഫു അൽസിനതുകുമുൽ കദിബ് ഹാദാ ഹലാലും വഹാദാ ഹറാം ലിതഫ്തറു അലല്ലാഹിൽ കദിബ്. നിങ്ങളുടെ നാവുകൾ വ്യാജ വിവരണം നൽകുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ഇന്നത് അനുവദനീയമാണ്, ഇന്ന് നിഷിദ്ധമാണ് എന്നിങ്ങനെ അള്ളാഹിന്റെ പേരിൽ വ്യാജം കെട്ടിച്ചമക്കാൻ വേണ്ടി നിങ്ങൾ പറയരുത്. ഖുർആനാ പറയുന്നത്. ഇന്നത് ഹലാലാണ്. നിങ്ങൾ കണ്ടില്ലേ, ചില ആളുകൾക്ക് ചില സംഗതികൾ ചില കാലം വരെ ഹറാമായിരുന്നു. പെട്ടെന്ന് മൂപ്പർക്ക് തോന്നി അത് ഹറാമായിട്ട് ഇങ്ങനെ പോയാൽ നമ്മളെ കാര്യം പാളീസാവും. അപ്പോൾ ഉടനെ പിറ്റത്തെ കൊല്ലം മീറ്റിംഗ് കൂടി പറഞ്ഞാൽ അതങ്ങ് ഹലാലായി കളയും. അതങ്ങോട്ട് ഹലാലാക്കി. ചില ആളുകൾക്ക് ചില സംഗതി ഹലാലായിരുന്നു, പെട്ടെന്ന് എന്ത് ചെയ്തു? എതിർകക്ഷിയോടുള്ള വാശിക്ക് അതങ്ങോട്ട് ഹറാമാക്കി. ആ ജാതിയൊന്നും നമ്മൾ ഇടണ്ട, ആ സംഗതിയിൽ അങ്ങനെയൊന്നും നമ്മൾ നടക്കണ്ട എന്ന് വിചാരിച്ചിട്ട് ഹലാലിനെ ഹറാമാക്കുകയും ഹറാമിനെ ഹലാലാക്കുകയും. എൻ്റെ ഖുതുബ ആർക്കെങ്കിലും തട്ടുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ആ തട്ടലാണ് ഖുതുബ കൊണ്ടുള്ള നമ്മുടെ ഗുണം, അല്ലേ? നമ്മൾ പറയുന്ന കാര്യം അതെന്നെ പറ്റിയാണോ, അത് ഇവിടുന്ന് അയാൾ പറയണ്ടായിരുന്നു, അത് അയാളെ പറ്റിയാണോ എന്നൊക്കെ നോക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് അള്ളാഹു നമുക്ക് ആ വിഷയത്തിലുള്ള ഒരു ഇൽമ് തന്നിരിക്കുന്നു. എത്രയോ അറിവുകൾ നമുക്ക് വരാനുണ്ട് പ്രിയപ്പെട്ടവരെ. ആർത്തവകാരികളായ സ്ത്രീകൾ, ഞാൻ ഒരുപാട് ഉദാഹരണങ്ങൾ പറയാം. ഒട്ടകത്തിൻ്റെ ഇറച്ചി തിന്നാൽ ഒദു ചെയ്യണമെന്നുണ്ട് ഹദീസിൽ. ആർക്കൊക്കെ അറിയാം? ആർത്തവകാരികളായ സ്ത്രീകൾ അവർ ശുദ്ധിയായി കഴിഞ്ഞാൽ അവർ ളുഹർ അസറിന്റെ അവസാന ഭാഗത്താണ് കുളിക്കുന്നതെങ്കിൽ അവർക്ക് ളുഹർ അടക്കം ജമആയി നമസ്കരിച്ച ളുഹറിന്റെ പ്രതിഫലവും നേടാമെന്നത് എത്ര പേർക്കറിയാം? അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ അറിഞ്ഞതും അറിയാത്തതും അത്ഭുതപ്പെടുന്നതുമായ അറിവിൻ്റെ ഒരു ലോകം ഇനിയും തുറക്കപ്പെടാനുണ്ട് നമുക്ക് മുന്നിൽ.
അള്ളാഹു നമുക്കെല്ലാവർക്കും അറിവ് നേടാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് الذي علم بالقلم علم الإنسان ما لم يعلم أيها الناس اتقوا الله عباد الله أوصيكم وإياي ثانيا بتقوى الله. അറിവ് നേടി അറിവ് ജീവിതത്തിലേക്ക് പ്രവർത്തനപഥത്തിലേക്ക് കൊണ്ടുവന്ന് അതിലേക്ക് ആളുകളെ ക്ഷണിച്ച് അതുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രതിസന്ധികൾ ക്ഷമിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി നിങ്ങളോട് ഉണർത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, അറിവുമായി ബന്ധപ്പെട്ട് മറ്റൊരു കാര്യമാണ് അള്ളാഹുവിൻ്റെ മേൽ അറിവ് എന്ന നിലക്ക് കള്ളം കെട്ടിച്ചമച്ച് പഠിപ്പിച്ചു കൊടുക്കുക. ദീനിൻ്റെ കാര്യം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു സമൂഹത്തെ ഉണ്ടാക്കുക, ആളുകൾക്കത് പറഞ്ഞു കൊടുക്കുക, അതിനോട് ചേർന്ന് നിൽക്കുക. എത്ര തെളിവ് പറഞ്ഞു